Hello my dears, in this video I will help you to do the activities in the chapter birthday letter. There are only two activities. ഈ ലെസൺ നന്നായി വായിച്ച കുട്ടികൾക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടിവിറ്റീസാണ് ഇതിലുള്ളത്. Please listen. Dear students, please take your textbook and turn to page number 48. Check how well you read. Here are some statements based on the letter. Put a tick mark in the right column for the statements that are true. Mark, cross mark, the ones which are false. Correct the false statements and write them in the space given below in the table. ഇവിടെ രണ്ട് കോളം തന്നിട്ടുണ്ട്. First column contains some statements and in the second column you should write true or false. Please listen. Statement 1. Nehru was imprisoned for taking part in the freedom fight. Nehru was imprisoned. നെഹ്റു ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഫ്രീഡം ഫൈറ്റ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് നെഹ്റുവിനെ ജയിലിൽ അടച്ചത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? യെസ്, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. സോ യു പ്ലീസ് പുട്ട് ടിക്ക് മാർക്ക് ഇൻ ദ സെക്കൻഡ് കോളം. Statement 2. Indira never got any present as her birthday gift. Indira never got any present as her birthday letter. Indira never got any present as her birthday gift. ഇന്ദിരയ്ക്ക് ഒരിക്കലും അവൾക്ക് പിറന്നാൾ ദിനത്തിൽ സമ്മാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അത് ശരിയാണോ? എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്? ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ, ലെറ്ററിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ എന്താണ്? ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻറ്റ്സ് ആൻഡ് ഗുഡ് വിഷസ്. നിനക്ക് നിൻ്റെ ജന്മദിനത്തിൽ ധാരാളം സമ്മാനങ്ങളും ആശംസകളും ഒക്കെ ലഭിക്കാറുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്രോസ് മാർക്ക് ഇടാം. ഇന്ദിര നെവർ ഗോട്ട് എനി പ്രസൻറ്റ് ആസ് ഹെർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 3. നെഹ്റു ഓൾവേസ് എൻജോയ്ഡ് അഡ്വൈസിങ് ഹിസ് ഡോട്ടർ. നെഹ്റു ഓൾവേസ് എൻജോയ്ഡ് അഡ്വൈസിങ് ഹിസ് ഡോട്ടർ. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? നെഹ്റു എപ്പോഴും മകളെ ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് നോക്കാം. യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. ഹൗ ഐ ഡിസ്ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. Nehru always enjoyed advising his daughter. This statement is false. Statement 4. Writing a letter is not equal to a discussion as the former is one-sided. Writing a letter is not equal to a discussion as the former is one-sided. This statement is correct. Number 5. In history, we don't read of great periods in the life of nations of great men and women. In history, we don't read of great periods in the life of nations of great men and women. കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെൻറ്റ്? നമുക്ക് എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. Yes, in page number 46, second paragraph. In history,
we read of great periods in the life of nations of great men and women. We don't read അല്ല, we read of. അപ്പോൾ അത് false statement ആണ്. Next statement, the desire to hide anything shows that you are brave. The desire to hide anything means you are doing right. ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? For the desire to hide anything means you are afraid. Afraid ആണ്, brave അല്ല. The desire to hide anything shows that you are brave. This statement is false. Next statement, under Bapuji's leadership, there is no scope for secrecy or hiding. ബാപ്പുജിയുടെ നേതൃത്വത്തിൽ നയിച്ച ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും മറച്ചു വയ്ക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? യെസ്, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. നെഹ്റു റോട്ട് എ ഷോർട്ട് ലെറ്റർ ടു ഇന്ദിര. നെഹ്റു വളരെ ചെറിയ ഒരു കത്താണ് ഇന്ദിരയ്ക്ക് അയച്ചത്. അത് ശരിയാണോ? നെഹ്റു തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെഹ്റു റോട്ട് എ ഷോർട്ട് ലെറ്റർ ടു ഇന്ദിര. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞത്? ആ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്തിട്ട് താഴെ എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഐ ഹാവ് കറക്റ്റഡ്. ഇന്ദിര നെവർ ഗോട്ട് എനി പ്രസൻറ്റ് ആസ് ഹെർ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതാണ് ആദ്യത്തെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇന്ദിര ഹാസ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻറ്റ്സ് ആൻഡ് ഗുഡ് വിഷസ്. ഇന്ദിര ഹാസ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻറ്റ്സ് ആൻഡ് ഗുഡ് വിഷസ്. അടുത്തത് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ളത്. നെഹ്റു ഓൾവേസ് എൻജോയ്ഡ് അഡ്വൈസിങ് ഹിസ് ഡോട്ടർ. നെഹ്റു ഡിസ്ലൈക്ഡ് അഡ്വൈസിങ് ഹിസ് ഡോട്ടർ. നെഹ്റു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മകളെ ഉപദേശിക്കുക എന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ഹിസ്റ്ററി വി ഡോണ്ട് റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് നേഷൻസ് ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ. In history, we don't read of great periods in the life of nations of great men and women. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് എഴുതുക? In history, we read of great periods of nations of great men and women. We read of, we don't read of അല്ല, we read of. Next one, the desire to hide anything shows that you are brave. The desire to hide anything shows that you are afraid. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. The desire to hide anything shows that you are afraid. Then Nehru wrote a short letter to Indira. Nehru wrote a long letter to Indira. അതാണ് എഴുതേണ്ടത്. നെഹ്റു wrote a long letter to Indira. Next activity. Activity 2. Match the sentence parts in column A with those in column B to form meaningful sentences. ഇവിടെ രണ്ട് കോളം നമുക്ക് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. എയിൽ തന്നിട്ടുള്ള സെൻറ്റൻസിനോട് മാച്ച് ചെയ്യുന്ന സെൻറ്റൻസ് ബി കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്പർ 1, The magic of Bapuji's message. The magic of Bapuji's message.
ഇനി കോളം ബിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇതുമായിട്ട് യോജിക്കുന്നത് കോളം ബിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഏതാ സെലക്ട് ചെയ്യേണ്ടത്? എല്ലാം വായിച്ചു നോക്കുക. ഇതിൽ കറക്റ്റായി വരുന്നത് ലാസ്റ്റ് സെൻറ്റൻസാണ്. ദ മാജിക് ഓഫ് ബാപ്പുജീസ് മെസ്സേജ് has stolen the hearts of millions of men and women. The magic of Bapuji's message has stolen the hearts of millions of men and women. Number 2. Jawaharlal Nehru says that in our freedom movement there is no room for secrecy or hiding. Jawaharlal Nehru says that in our freedom movement there is no room for secrecy or hiding. Number 3. When time comes, ordinary men and women become interested in a great cause. When time comes, ordinary men and women become interested in a great cause. Number 4. Jawaharlal Nehru dislikes sermonizing and doling out good advice. Jawaharlal Nehru dislikes sermonizing and doling out good advice. Number 5. According to Nehru, if we are to be India's soldiers of freedom, we have to respect India's honor. According to Nehru, if we are to be India's soldiers of freedom, we have to respect India's honor. Number 6. Great leaders can inspire people to do great deeds. Great leaders can inspire people to do great deeds. Now write the sentences below. ഈ സെൻറ്റൻസ് മീനിങ്ഫുൾ സെൻറ്റൻസസ് ആക്കി താഴെ എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. Number 1. The magic of Bapuji's message has stolen the hearts of millions of men and women. Number 2. Jawaharlal Nehru says that in our freedom movement there is no room for secrecy or hiding. Number 3. When time comes, ordinary men and women become interested in a great cause. Number 4. Jawaharlal Nehru dislikes sermonizing and doling out good advice. Number 5. According to Nehru, if we are to be India's soldiers of freedom, we have to respect India's honor. Number 6. Great leaders can inspire people to do great deeds. ലെസൺ നന്നായി വായിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളാണിത്. സോ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് റീഡ് the lesson 3 or 4 times and do these activities. Okay, thank you.